ഇവിടെ കരിങ്ക. നമസ്കാരം, എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചു കാലമായി നേരിട്ട് കണ്ടിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നാമക്കൽ ഫോർട്ടിന്റെ മുകളിൽ നിന്നാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം കുറിച്ച ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. അപ്പൊ ഇത് കുറച്ച് വിവാദങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചില വിവാദങ്ങളൊക്കെ കാണാനുണ്ട്. എന്തായാലും ഈ ഫോർട്ടിനെ കുറിച്ച് കൂടുതൽ താല്പര്യം എനിക്ക് തോന്നാനുള്ള കാരണം, ഇതിനെ ആസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാര് പാലക്കാട് പ്രദേശം വരെ ഭരിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖയിലൊക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ജാതിപരമായ വീഡിയോകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ കാണുന്ന കാഴ്ചകൾ അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു. അപ്പോൾ നിങ്ങളെ പ്രോത്സാഹനമൊക്കെ ഉണ്ടാവണം, ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ഫോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫോർട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ കൊണ്ടുവന്ന് പേ പാർക്കിങ്ങിൽ നിർത്തി, എന്നിട്ടാണ് നമ്മൾ ഈ വഴിയിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇത് മലയടിവാരത്തുള്ള ഒരു ചെറിയ ഒരു ഗല്ലിയാണ്. ഇവിടെ ആകെ ഒരു കടയുള്ളൂ. മലയിലേക്ക് കയറുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ബോർഡുണ്ട്. പിന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർ കയറാതിരിക്കാൻ നല്ലത്. പക്ഷെ ചെറിയ ചെറിയ പടികളാണ്. നാമക്കൽ എന്ന പ്രദേശം യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് എക്സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. വേറെയും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന നമ്മളിപ്പോ കയറി കുറച്ച് ഭാഗം കയറി, ഒരാൾ കയറി പോകുന്നുണ്ടല്ലോ, എന്ത് സ്പീഡിലാണ് അയാൾ കയറി പോകുന്നത്. നാമക്കല്ല് എന്ന പേര് ലഭിക്കാനുള്ള കാരണം നാമഗിരി എന്ന ഇതിൽ നിന്നാണ് പറയാം. ഇതിപ്പോ ടൗണിന്റെ നമ്മളിത് ചുറ്റും ടൗണാണ്. ഇതിന്റെ മധ്യത്തിലുള്ള ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന വലിയൊരു പാറയുടെ പേരാണ് അത്. ഇതിന് 65 മീറ്റർ ഉയരവും പിന്നെ അതുപോലെ 1 കിലോമീറ്ററിലധികം ചുറ്റളവും ഉണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റാണ്. എന്നാലും ഇവർ ഈ പടിയൊക്കെ ഇങ്ങനെ വെട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 1-ാം ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി 2-ാം ഘട്ടം കൂടി കഴിയുമ്പോഴേക്കും കയറാം. അത്ര വലിയ കയറ്റമെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കയറ്റമായിരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ മധുരയിലെ തിരുമല നായ്ക്കർ ഭരിക്കുന്ന കാലത്താണ് അത്ര ഈ കോട്ട പണിതത്. അപ്പോൾ നമ്മൾ ഈ പാറയുടെ ഈ ഭാഗത്ത് നിന്ന് തന്നെ കാണാം ഈ കോട്ടയുടെ ചുറ്റുമായിട്ട് ടൗണ് വികസിച്ച് കിടക്കുന്നത്. ഇങ്ങനെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന 18ഓളം കുളങ്ങൾ ഈ കോട്ടയ്ക്കകത്ത് ഉണ്ട്. ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു. അതിനുള്ളിൽ മഴ ചെറുതായി ചാറിനോണ്ട് തോന്നുന്നു അല്ലേ. മഴത്തുള്ളികൾ അല്ലേ. പിന്നെ നടുക്കായിട്ടൊരു ചെറിയൊരു ക്ഷേത്രം പോലൊരു സാധനം ഉണ്ടാക്കി വെള്ളത്തിനിടയ്ക്ക്. ടൂറിസം ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഇതുപോലുള്ള കൈവരികളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുളച്ചതാണെന്ന് തോന്നുന്നു ഈ തുളകളെല്ലാം. ഈ വലിയ പാറയുടെ മുകളിലായിട്ട് ഒരു 1.5 ഏക്കറോളം സ്ഥലം, പരന്ന സ്ഥലമുണ്ട്. അതിലാണ് അത്ര ആ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കയറുന്നത് കോട്ടയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള പടിയിലൂടെയാണ് കയറുന്നത്. ഇതാണ് കോട്ടയുടെ എൻട്രൻസ്. ഇതൊരു മൾട്ടി ലെയേർഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ കോട്ട. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലെയറിലും പ്രതിരോധം ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. താഴത്ത് മുതൽക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ഒരു വർക്ക് നടക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പിന്നെ ഈ ഡോറിന്റെ 2 ഭാഗത്തായിട്ടും ഇങ്ങനെ സിംഹങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഡോർ ഫ്രെയിം നോക്കി നോക്കൂ. ഡോർ ഫ്രെയിമിലൊക്കെ കുറെ ദേവന്മാരുടെ ചിത്രങ്ങൾ, ദൈവത്തിന്റെ ചിത്രങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതില് ഒരുപാട്. ശരിക്കും ഇതിൻ്റെ അകത്ത് കുറെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചരിത്രം വായിച്ചപ്പോൾ മനസ്സിലായത്.
അപ്പോൾ അവിടുന്ന് ഒരു ലെയർ കഴിഞ്ഞ് ഇനി അടുത്ത ലെയറിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കൊത്തളങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തൂക്ക് വെച്ച് ആള് ഉണ്ടായിരിക്കും, പടയാളികൾ ഉണ്ടാവും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കെട്ടിയിട്ട് പിന്നെ കൂട്ടിച്ചേർത്തിയതായിരിക്കാം. ഇവിടെ കല്ലുകളൊക്കെ പാകിയിട്ടുണ്ട്. ആദ്യകാലത്ത് പല്ലവ രാജവംശവുമായിട്ട് വൈവാഹിക ബന്ധമുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു അടിക്കുള രാജാവായ ഗുണശീലൻ. ഈ ഗുണശീലന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഈ നാമക്കൽ പ്രദേശം മുഴുവനും. ഇവിടെ കണ്ടോ, ഇതിന്റെ അറ്റത്താണ് കോട്ടയുടെ കൊത്തളങ്ങളൊക്കെ ഉള്ളത്. ഇതിന്റെ ഈ ഒരു വശത്തായിട്ട് കണ്ടോ ഒരു വലിയൊരു വെള്ളത്തിന്റെ ഒരു കെട്ടി നിർത്തിയിരിക്കുകയാണ്. കോട്ടയ്ക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഇന്ന് കിട്ടും. ഇങ്ങനെയുള്ള 18 എണ്ണം ഈ കോട്ടയ്ക്കകത്തുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ കൊങ്ങുമണ്ഡലത്തിലെ ചോളന്മാരുടെ അധീനതയിലായി ഈ പ്രദേശം. ചോളന്മാരിൽ നിന്ന് പിന്നീട് വിജയനഗര സാമ്രാജ്യം, അവര് മധുരയെ ആസ്ഥാനമാക്കിയിട്ടാണ് ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിന് കീഴിലായി ഈ നാമക്കൽ പ്രദേശമൊക്കെ. കുതിര തൊഴുത്തുകളുണ്ട്, ബാരക്കുകളുണ്ട്, അതുപോലെ ക്ഷേത്രങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. ഇതിന്റെ അറ്റത്താണ് നമ്മളിപ്പോ വന്നത്. ഇവിടുന്നുള്ള കാഴ്ചയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ കോട്ട മുഴുവൻ നടന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ആയുധ സംഭരണശാലയാണോ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടമുണ്ട്. അത് മുഴുവൻ പൊളിഞ്ഞു പോയിട്ടില്ല. ചുടുകട്ട ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വല്ല സംഭരണശാലയാണോ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നില്ല. അടിയിൽ ഇവർ കരിങ്കല്ല് വെച്ചിട്ടാണ് തറ പടുത്തിരിക്കുന്നത്. ചുടുകട്ടയുടെ കാലം പറയുമ്പോൾ ഒരു 10-200 വർഷം പഴക്കം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. നാമക്കൽ സിറ്റി മൊത്തമായിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണും. ഹൈദരാലിയുടെ ഒരു യൂണിറ്റ് ഈ കോട്ട പിടിച്ചടക്കി എന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ 1768 ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈവശമാക്കുന്നത്. അപ്പൊ ടിപ്പു കുറച്ചു കാലം ഇവിടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളിച്ചു താമസിച്ചിരുന്നു എന്നും ചരിത്രരേഖകൾ കാണാനുണ്ട്. വളരെ കുറച്ച് ദിവസമേ അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതൊരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ക്ഷേത്രം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ പുരാവസ്തു വകുപ്പ് അവര് ഇത് സംരക്ഷിച്ചതാണോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തതാണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇത് താഴത്ത് നമ്മൾ കണ്ടില്ലേ, നേരത്തെ കണ്ട, അതായത് രംഗനാഥ ക്ഷേത്രവും ലക്ഷ്മി ക്ഷേത്രമൊക്കെ കണ്ടില്ലേ, അതേപോലെയുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇതിന് കാര്യമായി കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിന്റെ താഴത്ത് എഴുതിയിരിക്കുന്ന ലിഖിതങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊക്കെ ആ കാലത്തെ ഇതാണ്. അല്ലാതെ ഇത് ടിപ്പു നിർമ്മിച്ച കോട്ടയല്ല, അതിന് മുമ്പേ നിർമ്മിക്കപ്പെട്ട കോട്ടയാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രമൊക്കെ എങ്ങനെ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇത് ക്ലോസ്ഡ് ആയിട്ട് കാണിക്കുന്നത് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല. തമിഴ് തന്നെയാണ്, പക്ഷെ വ്യക്തമല്ല. അതിൽ പല വാക്കുകളും പഴയ ഓൾഡ് തമിഴാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ കണ്ടോ, ഇതിലൊക്കെ ഇതേപോലെ തന്നെ ഡോറ്, ഞാൻ പറഞ്ഞ മറ്റ് ക്ഷേത്രങ്ങളിൽ, ലക്ഷ്മി ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ ഡോറ് കൊടുത്തിട്ടില്ലേ, അതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് പല്ലവ, കുറച്ച് ചോള, അങ്ങനത്തെ ഒക്കെ സ്റ്റൈല് ആർക്കിടെക്ചർ, പിന്നെ വിജയനഗരത്തിന്റെ ചെറിയൊരു സ്വാധീനം എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതുണ്ട് ക്ഷേത്രത്തിന്റെ ആ നിർമ്മിതി വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കല്ല് പാകിയിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് ഈ പാറയുടെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ആ യുദ്ധത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങൾക്കും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വേറെയും ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് ഇവിടെ എന്ന് പറയുന്നുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ പട്ടാള ബാരക്കുകൾ, ഇത് ബാരക്കല്ല തോന്നുന്നു, ഇത് ആയുധപ്പുരയാണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ കണ്ടതിന്റെ ഈ ഉൾഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിന്റെ അപ്പുറത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചുമര് വെച്ച് അടച്ചിരിക്കുകയാണ്. അതെന്താന്നുള്ളത് അറിയുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ പ്രവേശിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൂടെ ഫോണ് ഞാൻ ഉള്ളിലേക്ക് കടത്തി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ അകത്ത് കാണുന്നത്. ഇതെന്താന്ന് കൃത്യമായിട്ട് അറിയില്ല. ആയുധപ്പുരയാണോ, ക്ഷേത്രത്തിന്റെ ഭാഗമാണോ, അതല്ല സംഭരണശാലയാണോ, എന്താന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഇവിടെ എന്തോ ഒന്ന് ഒരു കെട്ടിടം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒന്നും ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ കണ്ടല്ലോ, ഇവിടെ നന്നായിട്ട് വിരിച്ചിട്ടുണ്ട്, കല്ല് പാകിയിട്ടുണ്ട്. ഇത് ആ കാലത്ത് തന്നെയുള്ള പാകിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല പുരാവസ്തു പിന്നീട് പാകപ്പെടുത്തി ശരിയാക്കിയതാണോ എന്ന് അറിയില്ല. ഇതിന്റെ മുന്നിലായിട്ട് കണ്ടോ വിളക്കിന്റെ ഒരു കാലമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ക്ഷേത്രമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം.
ഇത് ക്ഷേത്രമാണ്. അതാണ് അവിടെ വിളക്കിന്റെ ഒരു കാല് വരുന്നത്. അതൊക്കെ പൊളിഞ്ഞു പോയതാണ്. ഇത് മറ്റേ ക്ഷേത്രമാണ്. നേരത്തെ കണ്ടത് നരസിംഹ ക്ഷേത്രമാണോ എന്നറിയില്ല, അത് പൂട്ടിയിട്ടുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രമാണോ എന്നൊരു സംശയം. ഇതൊരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനോട് അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഊട്ടുപുര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഒരു പ്രത്യേകതരം കരിക്കല്ല ഈ ഭാഗത്തുള്ളത്. കണ്ടാൽ ഒരു പുതുമ തോന്നുന്ന കല്ലാണ്. കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ പൊതുവെ കറുത്ത കളറല്ല, ഇത് കറുത്തിട്ടല്ല ഈ കളറ്. അതതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഉള്ളിലൊക്കെ പാകിയിട്ട് നാലുപുറം ചുമരൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളായിരിക്കാനാണ് സാധ്യത. ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ ശ്രീ രാഘവേന്ദ്ര സ്വാമി ക്ഷേത്രം, ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം, മഹാലക്ഷ്മി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രരേഖയിൽ കാണുന്നത്. പിന്നെ ഇത് ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇങ്ങനെ ഒരു ഒറ്റ പാറ 1.5 ഏക്കർ മുകളിൽ വിസ്താരമുള്ള പാറ എന്ന് പറയുമ്പോൾ അത് കണ്ട് കറക്റ്റായിട്ട് ഉള്ള സ്ഥലമാണ് ഈ കോട്ട കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കോട്ടയുടെ മുകളിലേക്ക് കയറാൻ തന്നെ നല്ല പാടായിരിക്കും. ഇത് കണ്ടില്ലേ, ഈ ദീപസ്തംഭം കണ്ടില്ലേ? അപ്പോൾ ഇതേപോലുള്ള ദീപസ്തംഭം നമ്മൾ താഴത്ത് ആ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലൊക്കെ കണ്ടിരുന്നു. അതേപോലെയുള്ള ഒരു ദീപസ്തംഭം ഇവിടെയുണ്ട്. ഈ രാജരാജ ചോളന്റെ കാലത്തൊക്കെയാണ് ഈ നാമക്കല്ല് പ്രദേശത്ത് കുറെ ക്ഷേത്രങ്ങൾ അത് കൂടുതലായിട്ട് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയപ്പെടും. നാമക്കല്ല് നഗരത്തിന്റെ ആ ഒരു പൂർണ്ണമായ നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഈഗിളായി അല്ലെങ്കിൽ ബേർഡ് വ്യൂ ആ രീതിയിൽ നോക്കിയാൽ കാണാം. ശരിക്കും ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇവിടെ നിങ്ങൾ പറത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇവിടെയുണ്ട് ഒരു കെട്ടിടം. ഇത് ക്ഷേത്രത്തിന്റെ ഭാഗമാണോ ബാരക്കിന്റെ ഭാഗമാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നില്ല. നമുക്ക് താഴത്തോട്ടേക്ക് ഒന്നിങ്ങനെ ഇറങ്ങി നോക്കാം. പിന്നെ ഈ താഴത്ത് ഞാൻ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ അവിടെ താഴത്ത് ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഐതിഹ്യം ഇതിനോട് ബന്ധപ്പെടുത്തേണ്ടത് വിചാരിച്ചിട്ടാണ്. ആ കമലാലയം എന്ന് പറഞ്ഞിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ പട്ടാള ബാരക്കുകളായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ അവർ അതിനോട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളായിരിക്കാം. അറ്റത്ത് പോയി നോക്കാം നമുക്ക് എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അറ്റത്ത് പോയി നോക്കാം. ഇതിലൊരു ഐതിഹ്യം ഉണ്ട്. നമ്മൾ ഈ കമലാലയം എന്ന് പറഞ്ഞില്ലേ താഴത്ത്, ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ഹനുമാൻ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ, അതായത് സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ടായ യുദ്ധത്തിൽ ലക്ഷ്മണനൊക്കെ മരിച്ചപ്പോൾ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയി. ഒക്കെ വെള്ള തൊട്ടി ഒക്കെ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നീട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. സിമന്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതാന്ന് തോന്നുന്നു ഇതിന്റെ. അപ്പോൾ ഈ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി അവിടെ പോയപ്പോൾ ഏതാണ് മൃതസഞ്ജീവനി എന്ന് അറിയാതെ ഹനുമാൻ ആ മല മൊത്തമായിട്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ലക്ഷ്മണൻ മറ്റുള്ളവർ എല്ലാവരും ജീവിച്ചപ്പോൾ വീണ്ടും തിരിച്ചത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വെച്ചു. അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴാണ് അദ്ദേഹം സാലഗ്രാമം കൊണ്ടുവരുന്നത്. സാലിഗ്രാമം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മോസ്ക് ആണ് എന്ന് തോന്നുന്നു, പള്ളിയാണെന്ന് തോന്നുന്നു. ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അടുത്ത്. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ആരോ കയറി അതിനുള്ളിൽ പച്ച പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് മോസ്ക് എന്ന് തോന്നുന്നു. ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിന്റെ ഉള്ളില് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇതേപോലെയുള്ളത് നമ്മള് ആ ഡച്ച് കോട്ട കണ്ടപ്പോഴും അവിടെയും ഒന്ന് ഇങ്ങനെ കണ്ടിരുന്നു. ആ നിർമ്മിതി, ഈ നിർമ്മിതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മോസ്ക് ആണോ അല്ല ബാരക്കാണോ എന്നുള്ളത് കൃത്യമായിട്ടല്ല. മോസ്ക് തന്നെ ആയിരിക്കും. ഇത് മോസ്ക് തന്നെയാണ്. കാരണം ഇതിനടുത്താണ് ഒരു കബർ അവിടെ സ്ഥാപിച്ച് കാണാനുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ആകെ ചിത്രം വരച്ചിട്ടോ എന്തൊക്കെയോ കുത്തിക്കിറുക്കിയിട്ടൊക്കെ കേട് വരുത്തിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു കുഴപ്പം. ഉണ്ടല്ലോ, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പാറകൾ വെച്ചിട്ട് ഇവിടെ അടച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഭാഗത്ത്. ഇത് ഈ ഖബറാണെന്ന് തോന്നുന്നു ഇതിന്റെ അപ്പുറത്തുള്ളത്. അപ്പൊ ഇവിടെ വല്ല ആഘോഷം നടന്നോ എന്ന് അറിയില്ല.
ജലം സംരക്ഷിക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യം ആ കാലത്ത് കൊടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. പൊതുവെ നാമക്കല്ല് പ്രദേശത്തെ മഴ കുറവാണെന്ന് തോന്നുന്നു. അതാണ് അവര് കിട്ടുന്ന മഴ ശേഖരിച്ചു വെക്കുന്നത്. ഇവിടെയും വെള്ളം കെട്ടി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് നിറയുമായിരിക്കും. പിന്നെ ഇതിന്റെ അപ്പുറത്തായിട്ട് എന്താ കണ്ടില്ലേ, ഇതൊരു കോട്ടക്കൊത്തളാണ്. ഈ കോട്ടക്കൊത്തളം എന്ന് പറയുന്നത് ആ ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണുന്നൊക്കെ തോക്ക് വെക്കാനുള്ളതാണ് താഴത്തേക്ക്. അപ്പൊ അന്ന് കാലത്തുള്ള ആ ഓരോ പ്രാവശ്യം കോട്ട പിടിച്ചടക്കിയ ആളുകൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത് പിടിച്ചടക്കാൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത്രയും ചെരുവുള്ള ഈ മലയുടെ മുകളിലേക്ക് ഈ പടിയൊക്കെ ചവിട്ടി നമ്മൾ കുറച്ച് കയറി വന്നപ്പോ തന്നെ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടി. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഈ കുത്തനെയുള്ള ഈ പാറയുടെ മുകളിലൂടെ അന്ന് ഈ തോക്കിന്റെ ഇത്, അതായത് ഇവിടുന്നൊക്കെ വെടിവെച്ചുകൊണ്ടിരിക്കും. അതിനെയൊക്കെ പ്രതിരോധിച്ച് എങ്ങനെ ഈ പടയാളികൾ കയറി ഈ കോട്ട പിടിച്ചടക്കിയെന്ന് ആലോചിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പടയാളികളുടെ ആ വീര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അത്ര മാത്രം കയറി എല്ലാവർക്കും കയറി വരാൻ കുറെ ആൾക്കാരിലുമായിരിക്കും എന്തും ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് കയറി വരുന്ന ആൾക്കാർ, അല്ലെ, സോൾജേഴ്സ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോ ആധുനികമായിട്ട് എല്ലാം ഉണ്ട്. ഡ്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ഷെല്ലുകൾ ചെയ്യാം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കവാടം പോലെ ഒന്നുണ്ട്. ഇതൊരു പ്രത്യേക സ്ഥലമാണ്. ഇതിന്റെ നേരെ താഴത്തായിട്ടാണ് നമ്മള് രംഗനാഥർ സ്വാമി ക്ഷേത്രമുള്ള രംഗനാഥർ എന്താ പറയുക വിഷ്ണുവിന്റെ ക്ഷേത്രമുള്ളത്. നമ്മളവിടെ പോയത് ഈ കവാടത്തിന്റെ അവിടെയും. ഇതിപ്പോ വേറൊരു എൻട്രൻസിന് വേണ്ടി കൊടുത്തതാണോ അറിയില്ല. പക്ഷെ വലിയ എൻട്രൻസ് അല്ല, ചെറുതാണ്. വല്ല വെടിപ്പുര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോന്നും അറിയില്ല. ഇവിടെ ഇതേപോലെ തോക്കുകൾ വെക്കാനുള്ള ദ്വാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പൊ ഇവിടെ നിന്നിട്ട് അപ്പുറത്തേക്ക് അത് കയറി കഴിഞ്ഞാൽ വെടിവെക്കാനുള്ളത്. അത് പിന്നീട് കൂട്ടി ചേർത്തതാണോ ഒന്നും അറിയില്ല. ഇവിടെയൊക്കെ എഴുതിയിട്ട് എന്തൊക്കെ കൂട്ടി കിറുക്കിട്ടേ കണ്ടോ, അതൊക്കെ നശിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആകെ. മൾട്ടി ലെയർ ആണ്. മൾട്ടി ലെയർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കയറി വന്നാൽ ഇവിടെ വെച്ച് അറ്റാക്ക് ചെയ്യും, അതിന്റെ അപ്പുറത്തുനിന്ന് കയറുമ്പോൾ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യും. അങ്ങനെ പല ലെയറായിട്ടാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. ഈ അറ്റത്തു നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം. ഇതാ നമ്മൾ കോട്ടയുടെ ഏറ്റവും അറ്റത്ത് നമ്മൾ ആദ്യത്തിൻ്റെ ആ ഭാഗം. ഇവരൊക്കെ തോക്ക് വെച്ച് ഉണ്ടാ, ഇതിൻ്റെ കീഴ്പൊട്ടാണ് താഴത്തോട്ട് തോക്ക് വെച്ച് ഇതാക്കണം. ഇത് ചെറിയ ചെറിയ ബീരങ്കികൾ വെക്കാനുള്ളത്. കണ്ടോ, ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ചെരിച്ചാണ് താഴത്തോട്ട് വേറെ ലെയർ. അങ്ങനെ കയറി കയറി വരണം. ശത്രുക്കൾ കയറി വരുമ്പോൾ അതിനനുസരിച്ചിട്ടാണ്. റൈറ്റ്, ഇവിടെ കരിങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വ്യത്യാസം. ഈ പുറത്ത് ഉള്ളതൊക്കെ കരിങ്കല്ലാണ്, ഉള്ളിൽ മാത്രമാണ് ചുടുകട്ട ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ബലപ്പെടുത്തിയതായിരിക്കാം. ഇതൊരു എൻട്രൻസ് ആണ്. എൻട്രൻസ് അല്ല അല്ലേ, ഇവിടെ ലോക്കാം. കീഴ്പോട്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലേ. ഇതൊരു കൊത്തളാണ്. ഇവിടെ ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണുണ്ട്. അതിന്റെ അകത്ത് വേറെ കുപ്പികളോ എന്തൊക്കെ കണ്ടു ഞാൻ. ഇതിലേക്ക് പടി കെട്ടിയിട്ടുണ്ട്, പടി കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ സ്ഥലം നമ്മൾ കയറിയത്.
ഐതിഹ്യത്തിന്റെ ബാക്കി കാര്യം കൂടി പറയാം. അതായത് ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് മഹാവിഷ്ണു നരസിംഹാവതാരം പൂണ്ടപ്പോ അത് ഈ ഹിരണ്യകശിപുവിനെ കൊന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ക്രോധം അവസാനിച്ചില്ല. അപ്പൊ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ച സമയത്ത് ഒരു സാലഗ്രാമം അല്ലെങ്കിൽ ഒരു ശംഖിന്റെ ഉള്ളിലേക്ക് നരസിംഹം അപ്രത്യക്ഷമായി എന്നാണ്. ആ സാലഗ്രാമം അദ്ദേഹം അവിടെ നിന്ന്, അതായത് ഈ ഹിമാലയത്തിൽ നിന്ന് വരുമ്പോൾ ഹനുമാൻ ഇവിടെ കൊണ്ടുവന്നു പറയാം. എന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ കമലാലയം അല്ലെങ്കിൽ ആ ഒരു കോണ്ട് പോലെയുള്ള സ്ഥലം, അവിടെ കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തിന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി എന്നാണ്. ആ സമയത്ത് ലക്ഷ്മി ദേവി തന്റെ ഭർത്താവിനെ വീണ്ടെടുക്കാനുള്ള ഒരു തപസ്സിലായിരുന്നു. അതുപോലെ തന്നെ വലിയ ഒരു പ്രാർത്ഥനയിലായിരുന്നു അത്രേ. അങ്ങനെ ഹനുമാൻ തിരിച്ചു വന്ന് ഈ സാലഗ്രാമം പൊക്കാൻ നോക്കിയപ്പോൾ ആളെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ അത് ഒരു വലിയൊരു പാറയായിട്ട് മാറി. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ ഒരു ഐതിഹ്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നീട് അവിടെ ആഞ്ജനേയരുടെ ക്ഷേത്രമൊക്കെ അവിടെ താഴ്ത്തു വന്നു. ഈ പാറയ്ക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതാണ് ഒരു ഐതിഹ്യം, പഴയ കാലത്ത് ഐതിഹ്യമായിട്ട് പറയുന്നത്. കമലാലയം താഴത്ത് നരസിംഹമൂർത്തി ആഞ്ജനേയ ക്ഷേത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പാറ കിടക്കുന്നത്. ഇവിടെ കയറുമ്പോൾ സ്ലിപ്പാകാതെ ശ്രദ്ധിക്കണം. ഇവിടെ പടികളൊന്നുമില്ല. ഇതുപോലെയൊക്കെ ഓരോരുത്തർ കലാവിരുദ്ധകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒട്ടും പാട്ടൊക്കെ കേൾക്കാണ്ട് എന്താണോ പടക്കമൊക്കെ പൊട്ടിയിരുന്നു. ആ കൊണ്ടുപോകണം അത് വണ്ടിയിൽ. എന്താണോ അത് ഇവിടെ ചിലപ്പോൾ ഉത്സവമാണ് തോന്നുന്നു. ചിലത് ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ ആൾക്കാർ മരിച്ചാലും ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെ ഉണ്ടാവും, പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടാവും. ഹെൽമെറ്റ് ഒന്നും വേണ്ട, ഇവിടെയൊക്കെ എങ്ങനെ വേണേൽ പോവാം. ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഇല്ല. ഒരാൾക്ക് ഹെൽമെറ്റ് ഇല്ല. ഒരാൾക്ക് ഹെൽമെറ്റ് ഇല്ല അറിയാം. ഒരാൾ കണ്ടു, ഒറ്റ ആൾക്ക് ഒരു ഹെൽമെറ്റ് കണ്ടു. ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് തോന്നുന്നു. ഇവിടെയാണ് വണ്ടി നമ്മുടെ കിടക്കുന്നത്. 40 രൂപ പാർക്കിംഗ് ചാർജ്. ഒരു കാർഡ് തരും. ഇത് താഴത്ത് പാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. 40 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ചാർജ്. ഈ ലോറികളുടെ അതുപോലെ വലിയ വലിയ വാഹനങ്ങളുടെയൊക്കെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ ധാരാളമുള്ള സ്ഥലമാണ് നാമക്കല്ല്. അതുപോലെ ഓട്ടോ ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ അതും ഉണ്ട് ഇവിടെ ധാരാളം. എന്തായാലും നമ്മൾ ഒരു കാലത്ത് ഇവിടെ ചരിത്രവും അതുപോലെ ഒരുപാട് സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പോരാട്ടങ്ങൾക്കും എല്ലാം സാക്ഷ്യം വഹിച്ച നാമക്കല്ല് നഗരത്തിനോട് വിട പറയുകയാണ്. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.